ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ദുർഗാപൂജ ആഘോഷവേളയിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കമുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് നവരാത്രി ആഘോഷങ്ങൾ പുരോഗമിക്കുന്നു. പ്രതിപക്ഷ ബഹളത്തിനിടയിൽ നിയമനിർമ്മാണ നടപടികൾ പൂർത്തിയാക്കി നിയമസഭ പിരിഞ്ഞു. സഭ ഒക്ടോബർ 6 വീണ്ടും ചേരും. മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ ഓപ്പറേഷൻ ക്ലീൻ സ്വൈറ്റ് എന്ന പേരിൽ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി എം പി രാജേഷ്. കേരള മീഡിയ അക്കാദമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ICC വനിതാ ഏകദിന ലോകകപ്പിന് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. ദുർഗാപൂജ ആഘോഷവേളയിൽ ഇന്ത്യയിലും വിദേശത്തുമുള്ള ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ. ഈ ഉത്സവം രാജ്യത്തിന്റെ സംസ്കാരത്തെയും വിശ്വാസത്തെയും ആത്മീയ പൈതൃകത്തെയും പ്രതീകവൽക്കരിക്കുന്നുവെന്ന് രാഷ്ട്രപതി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഈ പുണ്യദിനത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആരോഗ്യവും വന്നു ചേരട്ടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. ഗാസ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള സമഗ്ര പദ്ധതി സംബന്ധിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ ഇന്ത്യ സ്വാഗതം ചെയ്തു. പലസ്തീൻ, ഇസ്രായേൽ ജനതയ്ക്കും പശ്ചിമേഷ്യൻ മേഖലയ്ക്കും സുസ്ഥിര സമാധാനവും സുരക്ഷയും വികസനവും ഉറപ്പാക്കുന്ന പാതയാണ് സമഗ്ര പദ്ധതിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിനിടയിൽ നിയമനിർമ്മാണ നടപടികൾ പൂർത്തിയാക്കി നിയമസഭ ഒക്ടോബർ 6 വീണ്ടും ചേരാനായി പിരിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി നിയമസഭയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പളുരുത്തി. രാഹുൽ ഗാന്ധിക്കെതിരായ TV പരിപാടിയിലെ പരാമർശം അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ അനുമതി നിഷേധിക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ ബഹളത്തിനിടെയായിരുന്നു ഇന്ന് സഭയിലെ നിയമനിർമ്മാണ നടപടികൾ. സണ്ണി ജോസഫ് അടക്കമുള്ളവർ ഉന്നയിച്ച വിഷയം പരിഗണിക്കപ്പെടാതിരുന്നതിനെ തുടർന്ന് പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിലേക്ക് മുദ്രാവാക്യം വിളികളും പ്ലക്കാർഡുകളുമായി കയറാൻ ശ്രമിച്ചെങ്കിലും വാച്ച് ആൻഡ് വാർഡ് തടഞ്ഞു. ഇതിനിടെ ശ്രദ്ധ ക്ഷണിക്കൽ പരിഗണിക്കുകയും തുടർന്ന് നിയമനിർമ്മാണത്തിലേക്ക് കടക്കുകയുമായിരുന്നു. PSC ഭേദഗതി ബിൽ, ഏക കിടപ്പാടം സംരക്ഷണ ബിൽ, വ്യവസായ ഏകജാലക ക്ലിയറൻസ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കുകയും വിവിധ സബ്ജക്ട് കമ്മിറ്റികളുടെ പരിഗണനയ്ക്ക് വിടുന്നതിന് തീരുമാനിക്കുകയും തുടർന്ന് സഭ വേഗത്തിൽ പിരിയുകയുമായിരുന്നു. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ സംഭവത്തിൽ പരിശോധനകൾ ഗൌരവമായി നടന്നുവരികയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഭവത്തിൽ ജസ്റ്റിസ് രാമചന്ദ്രൻ നായരും ജേക്കബ് പൊന്നൂസും ഉൾക്കൊള്ളുന്ന കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ചും പ്രധാന ജയിലുകളിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും കമ്മീഷനോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ ഓപ്പറേഷൻ ക്ലീൻ സ്വൈറ്റ് എന്ന പേരിൽ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി എം പി രാജേഷ്. ഓപ്പറേഷൻ ക്ലീൻ സ്വൈറ്റ് വഴി ഒന്നാം ഘട്ടത്തിൽ 1489 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി മന്ത്രി ചോദ്യോത്തരവേളയിൽ നിയമസഭയെ അറിയിച്ചു. 2011-12 വർഷത്തെ അപേക്ഷിച്ച് 24-25 സംസ്ഥാനത്ത് വിദേശ മദ്യ വിൽപ്പനയിൽ കുറവുണ്ടായതായി മന്ത്രി സഭയെ അറിയിച്ചു. ലഹരി ഉപയോഗത്തിനെതിരെ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ വിപുലമായ ബോധവൽക്കരണ പരിപാടികൾ നടത്തിവരുന്നതായും മന്ത്രി വ്യക്തമാക്കി. വിമുക്തി മിഷൻ പൊതുവിൽ ലഹരി വർജനം പ്രോത്സാഹിപ്പിക്കുക എന്ന സർക്കാർ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മദ്യത്തിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിനായി ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവലംബിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം വിമുക്തിയുടെ നേതൃത്വത്തിൽ നടന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ തന്നെയാണ്. ബോധവൽക്കരണ പ്രവർത്തനങ്ങളും പ്രചരണ പ്രവർത്തനങ്ങളും എക്സൈസ് മാത്രമായിട്ടല്ല നടത്തുന്നത്, വിവിധ വകുപ്പുകൾ ഏകോപിച്ചാണ് ഇപ്പോൾ തന്നെ നടത്തുന്നത്. തിരുവനന്തപുരത്ത് കേരള മീഡിയ അക്കാദമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് ടാഗോർ തിയേറ്ററിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. വ്യാഴാഴ്ച വരെയാണ് മാധ്യമോത്സവം. ഇന്നലെ പരിപാടിയുടെ ഭാഗമായി പലസ്തീൻ ഐക്യദാർഢ്യ പ്രഖ്യാപനവും സല്യൂട്ട് ഗാസ ഫോട്ടോ പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു. വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങളിലൂടെ രാജ്യത്തെ ഒരു വൈജ്ഞാനിക ശക്തിയാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തിവരുന്നത്. വിദ്യാഭ്യാസ രംഗത്തെ നവീകരണത്തിലൂടെ രാജ്യത്തെ യുവജനങ്ങളെ എങ്ങനെ ശാക്തീകരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്.
കഴിഞ്ഞ 11 വർഷത്തിനിടെ സ്കൂളുകൾ മുതൽ സർവകലാശാലകൾ വരെയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ശക്തിപ്പെടുത്തുന്നതിൽ രാജ്യം വൻ പുരോഗതിയാണ് കൈവരിച്ചിട്ടുള്ളത്. IIT, IIM, എയിംസ് തുടങ്ങിയ സ്ഥാപനങ്ങൾ ഇതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. 21ാം നൂറ്റാണ്ടിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കേന്ദ്ര സർക്കാർ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ആധുനികവൽക്കരിക്കുകയാണെന്നാണ് വിദ്യാഭ്യാസ പരിഷ്കരണത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടത്. देश में नई नेशनल एजुकेशन पॉलिसी लाई गई है. इसे शिक्षा के ग्लोबल स्टैंडर्ड्स को ध्यान में रखकर तैयार किया गया है. नई एजुकेशन पॉलिसी आने के बाद हम भारतीय एजुकेशन सिस्टम में बड़ा बदलाव भी देख रहे हैं. നിപുൺ ഭാരത് മിഷൻ, PM ശ്രീ പദ്ധതി, ദേശീയ പാഠ്യപദ്ധതി, ചട്ടക്കൂട തുടങ്ങിയ സംരംഭങ്ങളിലൂടെ യുവജനങ്ങളെ ശക്തവും വികസിതവുമായ ഒരു രാഷ്ട്രത്തിനായുള്ള ഒരു പ്രേരക ശക്തിയാക്കി മാറ്റുകയാണ് കേന്ദ്ര സർക്കാർ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ സന്ദർശനം നടത്തി. ഇടുക്കി മൂലമറ്റത്ത് നടത്തിയ കലിംഗ സൌഹൃദ വികസന സംവാദത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ആശുപത്രി സന്ദർശനം. ആശുപത്രിയുടെ നിലവിലെ അവസ്ഥ സംബന്ധിച്ച് കലിംഗ സംവാദത്തിനിടെ നിരവധി ആളുകൾ കേന്ദ്രമന്ത്രിയോട് പരാതി പറഞ്ഞിരുന്നു. തുടർന്നാണ് കേന്ദ്രമന്ത്രി ആശുപത്രി സന്ദർശിച്ചത്. കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കാത്തത് സംബന്ധിച്ച് ആശുപത്രി അധികൃതരിൽ നിന്നും കേന്ദ്രമന്ത്രി വിവരങ്ങൾ ശേഖരിച്ചു. ആശുപത്രിയുടെ വികസനത്തിന് ഇടപെടൽ ഉറപ്പു നൽകിയാണ് കേന്ദ്രമന്ത്രി മടങ്ങിയത്. വിവര പൊതുജന സമ്പർക്ക വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം ടാഗോർ തിയേറ്റർ അങ്കണത്തിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന ഇൻഫർമേഷൻ ഹബ്ബ് ടാഗോർ തിയേറ്റർ ക്യാമ്പസിൽ ഇന്ന് വൈകിട്ട് 5:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വകുപ്പിന്റെ റിസർച്ച് ആൻഡ് റെഫറൻസ് സമൂഹമാധ്യമ വിഭാഗങ്ങളാണ് പുതിയ ഇരുനില കെട്ടിടത്തിൽ പ്രവർത്തന സജ്ജമാകുന്നത്. ജനങ്ങളുടെ ജീവിതക്ഷേമം ഉറപ്പാക്കുന്ന പൊതുവായ വികസനമാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രി എന്നോടൊപ്പം CM വിത്ത് മീ സിറ്റിസൺ കണക്ട് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുജനങ്ങളും സർക്കാരും തമ്മിൽ ആശയവിനിമയ രംഗത്തുള്ള വിടവ് പരിഹരിക്കാനാണ് മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന സംവിധാനത്തിലേക്ക് പരാതി അറിയിച്ചാൽ അതിന്മേൽ എടുത്ത നടപടി 48 മണിക്കൂറിനകം തിരികെ വിളിച്ചറിയിക്കും എന്നതാണ് പദ്ധതിയുടെ പ്രത്യേകത. നവരാത്രിയോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന കോട്ടയം പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം, എറണാകുളത്തെ ചോറ്റാനിക്കര ദേവീക്ഷേത്രം, തൃശൂരിലെ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിൽ നവരാത്രി ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. അറിവിന്റെ ദേവതയായ സരസ്വതി ദേവിക്ക് മുന്നിൽ ഇന്നലെ വൈകിട്ട് ഗ്രന്ഥങ്ങളും പഠനോപകരണങ്ങളും പൂജ വെച്ചു. നാളെ മഹാനവമിക്ക് ശേഷം വ്യാഴാഴ്ച വിജയദശമി നാളിലാണ് പൂജയെടുപ്പ്. ഇന്ന് സംസ്ഥാനത്ത് പൊതു അവധിയാണ്. തിരുവനന്തപുരം നവരാത്രി സംഗീതോത്സവത്തിൽ ഇന്ന് വൈകിട്ട് ഡോക്ടർ ശ്രീദേവ് രാജ ഗോപാലിന്റെ സംഗീത കച്ചേരി അരങ്ങേറും. കണ്ണൂർ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ദുർഗാഷ്ടമിയോടനുബന്ധിച്ച് രാവിലെ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പൂജവെപ്പിനായി വിദ്യാർത്ഥികളടക്കമുള്ള ഭക്തജനങ്ങൾ ക്ഷേത്രങ്ങളിലെത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ഇന്നലെ വൈകുന്നേരം ആരംഭിച്ചു. ദുർഗാപൂജയിൽ പങ്കെടുക്കാനായി എല്ലാ ക്ഷേത്രങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നവരാത്രി നാളിൽ അരങ്ങേറ്റം കുറിക്കുന്നതിനും കച്ചേരി നടത്തുന്നതിനുമായി സംഗീത നൃത്ത വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ എത്തുന്നുണ്ട്. കണ്ണൂർ നഗരത്തിലെ കോവിലുകളിൽ ഒട്ടേറെ പേർ അരങ്ങേറ്റം കുറിച്ചു. വിദ്യാരംഭത്തിന് ആയിരക്കണക്കിന് കുരുന്നുകൾ എത്തിച്ചേരുന്ന പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിൽ ദുർഗാപൂജയ്ക്ക് രാവിലെ മുതൽ നിരവധി ഭക്തരാണ് എത്തിച്ചേർന്നത്. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റ് മൈതാനിയിൽ നടന്നുവരുന്ന കണ്ണൂർ ദസറയിൽ ഇന്ന് വൈകിട്ട് സിനിമാ താരം ആശാ ശരത് അവതരിപ്പിക്കുന്ന ആശാ നടനം അരങ്ങേറും. ICCയുടെ വനിതാ ഏകദിന ലോകകപ്പിന് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ നേരിടും. ഗുവാഹത്തിയിലെ ബസപാര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 3 മണിക്കാണ് മത്സരം. 8 ടീമുകളാണ് മത്സരരംഗത്തുള്ളത്. ഇന്ത്യയുടെ അടുത്ത മത്സരം ഒക്ടോബർ 5 പാകിസ്ഥാനെതിരെയാണ്. കോഴിക്കോട് 2 പേർക്ക് കൂടി അമീബിക്ക് മസ്തിഷ്ക ജ്വര രോഗലക്ഷണങ്ങളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം സ്വദേശിയായ 78-കാരനും കോഴിക്കോട് സ്വദേശിയായ 6 വയസ്സുള്ള കുട്ടിക്കുമാണ് ഇന്നലെ രോഗം റിപ്പോർട്ട് ചെയ്തത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ രാജ്യത്തിന്റെ പരോക്ഷ നികുതി സമ്പ്രദായം ലളിതമാക്കുന്നതിനുള്ള നിർണായക ചുവടുവയ്പ്പാണ്. കളിപ്പാട്ടങ്ങളുടെയും കായിക വസ്തുക്കളുടെയും സൈക്കിളുകളുടെയും GST നിരക്ക് 12% നിന്ന് 5% കുറച്ചത് കുട്ടികൾക്കിടയിൽ ആരോഗ്യകരമായ വിനോദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും താഴെ തട്ടിൽ നിന്ന് കായിക പ്രതിഭകളെ വളർത്തിയെടുക്കാനും സഹായിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ദുർഗാപൂജ ആഘോഷവേളയിൽ ആശംസകൾ നേർന്ന രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കമുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് നവരാത്രി ആഘോഷങ്ങൾ പുരോഗമിക്കുന്നു. പ്രതിപക്ഷ ബഹളത്തിനിടയിൽ നിയമനിർമ്മാണ നടപടികൾ പൂർത്തിയാക്കി നിയമസഭ പിരിഞ്ഞു. സഭ ഒക്ടോബർ 6 വീണ്ടും ചേരും.
മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ ഓപ്പറേഷൻ ക്ലീൻ സ്വൈറ്റ് എന്ന പേരിൽ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി എം പി രാജേഷ്. കേരള മീഡിയ അക്കാദമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ICC വനിതാ ഏകദിന ലോകകപ്പിന് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.